الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ പാതയിൽ തന്നെ അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ അഭിരുചികളെ മാറ്റിപ്പണിയുവാനും റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ തന്നെ നിലനിന്നു പോകാനും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ജീവിതത്തോട് വിട പറയാനും നാളെ പരലോകത്ത് അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ സ്വർഗം അനന്തരമെടുക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവുമായി കരാറിലേർപ്പെട്ട സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ മുറുകെ പിടിക്കേണ്ട ചില മൂല്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവച്ചത്. സ്വർഗം പകരമായി നൽകാമെന്ന വ്യവസ്ഥയിൽ മുഅ്മിനുകളിൽ നിന്നും അവരുടെ ശരീരവും സമ്പത്തും അല്ലാഹു വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പടച്ചവനേക്കാൾ നന്നായി കരാർ പാലിക്കുന്നവൻ ആരുണ്ട് എന്ന് എടുത്തു പറഞ്ഞതിന് ശേഷമാണ് ആ കരാറിലേർപ്പെട്ട വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ് അല്ലാഹുവുമായുള്ള ഉടമ്പടിയെ ഗൗരവത്തോടെ സമീപിക്കുന്ന ആ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിവ് നൽകുന്നത്.
3 സവിശേഷതകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. 1, അവർ അല്ലാഹുവിലേക്ക് ധാരാളമായി പാശ്ചാത്തപിച്ച് മടങ്ങുന്നവരായിരിക്കും. തിന്മകളിൽ തുടരുക എന്നതല്ല മുഅ്മിനുകളുടെ സ്വഭാവം. മാനുഷികമായ ദൗർബല്യങ്ങൾ കൊണ്ട് അരുതായ്മകൾ സംഭവിച്ചു പോയാൽ അത് ബോധ്യപ്പെടുന്ന നിമിഷം പടച്ചവനിലേക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് വെച്ച് പുലർത്തുന്നവരാണ് വിശ്വാസികൾ. രണ്ടാമതായി പറഞ്ഞത് അൽ ആബിദൂൻ, അല്ലാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവർ, ജീവിതം അല്ലാഹുവിന് വിട്ടുകൊടുത്തവർ, പടച്ചവനുള്ള ഇബാദത്തിൽ നിലനിന്നു പോകുന്നവർ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ കേവലം ആരാധനകളും ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഹംദുകളും അങ്ങനെ ചില മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ചില ചൊല്ലലുകളും ചെയ്യലുകളും മാത്രമല്ല. ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും പടച്ചവന്റെ മാർഗദർശനത്തിന് വിധേയമായി ഉദ്ദേശപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്താക്കി തീർക്കാൻ കഴിയണം മുഅ്മിനുകൾക്ക്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമസ്കാരവും ബലിയും മാത്രമല്ല, ജീവിതവും മരണവും ഒക്കെ പടച്ചവനെ നിനക്കുള്ളതാണ് എന്ന് നിരന്തരമായി പടച്ചവനോട് സമ്മതിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മുഅ്മിനുകളെന്ന നിലക്ക് പടച്ചവന് തൃപ്തികരമല്ലാത്തതൊന്നും എനിക്ക് ആവശ്യമില്ല, അല്ലാഹ് കൽപ്പിച്ചതൊക്കെ കൊണ്ടു നടക്കാനുള്ള കെൽപ്പ് ഞാൻ ആർജിച്ചേ പറ്റൂ എന്ന ഒരു നിലപാടിലേക്ക് വളരാനും ഉയരാനും വികസിക്കാനും മുഅ്മിനുകൾക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അൽ ഹാമിദൂൻ, പടച്ചവനെ സ്തുതിക്കുന്നവർ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിനോടുള്ള സ്തുതി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവർ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുകയും അതിന് അല്ലാഹുവിനോട് ശുക്രിന്റെ ഹംദുകൾ കൊണ്ട് പടച്ചവനോടുള്ള ആ കടപ്പാട് നിരന്തരം നിർവിഘ്നം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ പ്രാർത്ഥനകളിലും പടച്ചവനോടുള്ള സ്തുതികൾ മുഴച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്തുതിവചനങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു നന്ദി പ്രകടനം മാത്രമല്ല, മറിച്ച് അത് പടച്ചവന്റെ പരമാധികാരത്തെ അംഗീകരിക്കലും സമ്മതിച്ചു കൊടുക്കലും കൂടിയാണ്. കാരണം സ്തുതികൾ അർപ്പിക്കാൻ അർഹനായി പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തിയുമില്ല പടച്ചവനല്ലാതെ എന്നൊരു പ്രഖ്യാപനം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹംദിന്റെ കൂടെ അൽ കൂടി ചേർക്കുമ്പോൾ ആ സ്തുതികൾ അർപ്പിക്കാൻ ഏകനായ പടച്ചവൻ മാത്രമേ അർഹനായിട്ടുള്ളൂ എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് വിശ്വാസം നടത്തുന്നത്. കാരണം ഈ ലോകത്ത് സ്തുതികൾ അർപ്പിക്കപ്പെടാൻ അർഹനായി പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്നതിന്റെ കാരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. ലോകരക്ഷിതാവായ അല്ലാഹുവാണവൻ. ഈ പ്രപഞ്ചം മുഴുവനും അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ സൃഷ്ടിയാണ്, അവന്റെ പരിപാലനത്തിലാണ്. സകല ചരാചരങ്ങളുടെയും ഏകനായ ഉടമ പടച്ചവൻ മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിന് മാത്രമേ സ്തുതികൾ അർപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവന്റെ ഉടമസ്ഥതയിലല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ആ റബ്ബിന്റെ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കാതെ ആർക്കും ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കുക സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ വാക്യം ഖുർആനിന്റെ കേന്ദ്രാശയമായ തൗഹീദിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുമ്പോൾ അതിലെ ആദ്യ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആരംഭം തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് എന്നത് യാദൃശ്ചികമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ഉടനീളം പടച്ചവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകണം എന്നതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളുടെയും സകല കഴിവുകളുടെയും സാക്ഷാൽ ഉടമസ്ഥൻ പടച്ച റബ്ബ് മാത്രമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് മാത്രമായി മനുഷ്യൻ സമർപ്പിക്കുന്ന ആരാധനയുടെ ഉയർന്ന നിലയും ഭാവവുമാണ് ഹംദ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പടച്ചവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ, റബ്ബിനോട് നന്ദി കാണിക്കാൻ ഇതിനേക്കാൾ മനോഹരമായ ഒരു പദം പ്രിയമുള്ളവരെ വേറെ നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും അനുഭവിക്കാനിരിക്കുന്ന, ഇതുവരെയും ലഭിച്ചതും ഇനി ലഭിക്കാനിരിക്കുന്നതുമായ സകല നിഅമത്തുകളും അത് മുഴുവനും പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ മാത്രമല്ല ഹംദുകൾ ഉണ്ടാകേണ്ടത്, ഹൃദയത്തിലും ഹംദുകൾ നിറയണം എന്നുള്ളതാണ്.
ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഹംദുകൾ പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടേതായി രേഖപ്പെട്ട് കിടക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹ് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളോട് ഹംദ് കൊണ്ട് പ്രതികരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ദീർഘനാളത്തെ തന്റെ പ്രാർത്ഥനാ ഫലമായി തനിക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചതിൽ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സൂറത്തുൽ ഇബ്രാഹിം നമ്മൾ കാണുന്നു, അൽഹംദുലില്ലാഹില്ലദീ വഹബനി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാണ് സകല സ്തുതികളും. ഈ വാർദ്ധക്യകാലത്ത് എനിക്ക് ഇസ്മായിൽ ഇസ്ഹാഖ് എന്നീ സന്തതികളെ നൽകിയ പ്രദാനം ചെയ്ത പടച്ചവനെ നിനക്കാണ് സകല സ്തുതികളും. എന്റെ റബ്ബ് നിശ്ചയമായും പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ തന്നെയാണ് എന്ന് അടിവരയിടുകയാണ്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു ധാരാളമായി അനുഗ്രഹിച്ച രണ്ട് പ്രവാചകന്മാരാണ്. ആ നിഅമത്തുകളൊക്കെ ലഭിച്ചപ്പോൾ അവർക്ക് സവിശേഷമായി അള്ളാഹു പ്രത്യേകമായ ജ്ഞാനത്താൽ അവരെ ശക്തിപ്പെടുത്തിയപ്പോൾ, അവർക്ക് നിഅമത്തുകൾ കൊടുത്തപ്പോൾ അവർ അതിന് ഹംദുകളിലൂടെ പ്രതികരിക്കുന്ന സൂറത്തുൽ നംലിൽ നമുക്ക് കാണാൻ സാധിക്കും. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദൽനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനമാകുന്ന അനുഗ്രഹം പ്രദാനം ചെയ്തു. അവർ അതിനോട് പ്രതികരിച്ചത് അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദൽനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളിൽ ധാരാളം അവന്റെ അടിയാറുകൾക്ക് നൽകപ്പെടാത്ത അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഉപരിയായി ഞങ്ങളെ അള്ളാഹു അറിവ് കൊണ്ട് അനുഗ്രഹിച്ച റബ്ബേ നിനക്കാണ് സകല സ്തുതികളും എന്ന് അള്ളാഹുവിനോടുള്ള ശുക്ർ പ്രകടിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം പ്രളയം മുറിച്ചു കിടന്ന് ആ കപ്പൽ ജൂദി പർവ്വതത്തിൽ ഇറങ്ങിയതിനെ കുറിച്ച് പറയുമ്പോഴും അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ നിനക്കാണ് സകല സ്തുതികളും. അപ്പൊ ഈ സ്തുതിക്കുന്ന റബ്ബിന് സ്തുതികൾ അർപ്പിക്കുന്ന ഹംദിന്റെ ഒരു സംസ്കാരം നാവിലും ഹൃദയത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ, അല്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ മുഅ്മിനുകളായ നമുക്ക് കഴിയണം. പടച്ചവനുമായി കരാറിൽ ഏർപ്പെട്ടവരുടെ സവിശേഷമായ സ്വഭാവമാണത്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നു 5 അധ്യായങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഉൾപ്പെടെ സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, അതുപോലെ തന്നെ സൂറത്തുൽ സബ, സൂറത്തുൽ ഫാത്തിർ. ഈ ഹംദ് എന്ന് പറയുമ്പോൾ ഈ ഹംദിൽ ശുക്റുണ്ട്, അതുപോലെ തന്നെ ദുആയും ഉണ്ട്. മാത്രമല്ല പടച്ചവന്റെ ഔന്നത്യത്തിന്റെ അംഗീകാരവും ഈ ഹംദിലുണ്ട് എന്ന് നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹംദിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും മികച്ച, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഹംദ് എന്നാണ്. അഫ്ദലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന് പറയുന്നത് കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. വ അഫ്ദലുദ് ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന പ്രാർത്ഥനയാണ്. ഹംദ് കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന ഹംദ് കൊണ്ടുള്ള തുടക്കം എന്ന് പറയുന്നത് പ്രാർത്ഥന നിറഞ്ഞ തുടക്കമാണ്. ഹംദ് കൊണ്ടുള്ള സമാപനം എന്ന് പറയുന്നത് ശുക്ർ നിറഞ്ഞ സമാപനവുമാണ്. പ്രിയമുള്ളവരെ, ഗൗരവപ്പെട്ട ഏത് സംസാരവും ആരംഭിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണമെന്നാണ് ദീനിന്റെ മര്യാദയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ തുടക്കം എന്ന് പറയുന്നത് നാഥനോടുള്ള ഒരു തേടൽ കൂടിയാണ്. നമ്മൾ ഗൗരവപ്പെട്ട ഏതൊരു സംഗതിയും നമ്മൾ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരം ആരംഭിക്കുമ്പോൾ നമ്മൾ ഹംദ് കൊണ്ട് ആരംഭിക്കുമ്പോൾ അത് പടച്ചവന്റെ ഒരു പിന്തുണയും അള്ളാഹുവിന്റെ ഒരു സഹായവും ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു തേട്ടം കൂടിയാണ്. കാരണം എന്റെ കഴിവ് കൊണ്ട് ഒന്നും കഴിയില്ല, അതാ എന്റെ കഴിവ് കൊണ്ടൊന്നും സാധ്യമല്ല, നീ കൂടെയില്ലാതെ എന്ന ഒരു തേട്ടം, നീ കൂടെയില്ലാതെ എനിക്കായി ഒന്നും കഴിയില്ല എന്ന ഒരു തേട്ടം കൂടിയാണ് ഹംദ് കൊണ്ട് ഗൗരവപ്പെട്ട സംസാരങ്ങൾ ആരംഭിക്കുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ഒരുപാട് സ്തുതികൾ രേഖപ്പെട്ട് കിടക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാം. ചരിത്രത്തിൽ അതല്ലാത്തതിൽ വേറെ ചില സ്തുതികളുണ്ട്. ശ്രദ്ധേയമായി പടച്ചവനെ സ്തുതിക്കുന്ന ഹൻസ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഖാദിസിയ യുദ്ധത്തിൽ തന്റെ 4 ആൺമക്കൾ, ആ യുദ്ധത്തിന് പറഞ്ഞയച്ച 4 ആൺമക്കളും ഇവിടെയും മരണവിവരം അറിയുകയാണ്. യുദ്ധാനന്തരം യുദ്ധവിശേഷങ്ങൾ പങ്കുവെക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട, തന്റെ വാർദ്ധക്യകാലത്ത് തനിക്ക് താങ്ങും തണലുമാകേണ്ട തന്റെ പ്രിയപ്പെട്ട 4 മക്കളും ഖാദിസിയ യുദ്ധത്തിൽ ഷഹാദത്ത് വരിച്ചു, രക്തസാക്ഷികളായി എന്നറിയുമ്പോ മഹദിയായ ഹൻസ റളിയല്ലാഹു അൻഹ അതിനോട് പ്രതികരിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം എന്നാണ്. പടച്ചവനെ, ആ 4 മക്കളുടെ ഷഹാദത്ത് കൊണ്ട് എന്നെ അനുഗ്രഹിച്ച, എന്നെ മഹത്വപ്പെടുത്തിയ, എനിക്ക് വലിയ പദവിയെ നൽകിയ പടച്ചവനെ നിനക്കാണ് സ്തുതികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം അള്ളാഹു നൽകിയ ശുക്റുകൾ ഓർത്തുകൊണ്ടിരിക്കുകയും അതിന്റെ ആ ഒരു നന്ദി പ്രകടനത്തിന്റെ പ്രഥമ പടിയായ ഹംദുകൾ കൊണ്ട് നിറഞ്ഞ ജീവിതം,
നാവിലും ഹൃദയത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു നിലപാടിലേക്ക് ഉയരാനും വളരാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അള്ളാഹുമായി കരാർ ഏർപ്പെട്ട വിശ്വാസികളുടെ നാലാമത്തെ സവിശേഷതയായി പഠിപ്പിക്കപ്പെട്ടത് അസ്സായിഹൂൻ എന്നാണ്. ദൈവമാർഗത്തിലെ സഞ്ചാരികൾ. ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ, അങ്ങനെ പഠിക്കാനും ചിന്തിക്കാനും പ്രപഞ്ച ഘടനയെക്കുറിച്ച് നിരീക്ഷിക്കുവാനും പരിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രപഞ്ചനാഥനായ പടച്ചവന്റെ മഹത്വവും കഴിവുകളും ആ യാത്രയിലൂടെ മനുഷ്യന് ബോധ്യപ്പെടുകയും മാത്രവുമല്ല ദൈവധികാരികളുടെ ദുരന്തപൂർണമായ പര്യവസാനത്തെ കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ഈ ജനം ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ സഞ്ചരിച്ച് തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പര്യവസാനമൊക്കെ എന്തായിരുന്നു എന്നവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വലൗ കാനു അക്സറ മിൻകും അശദ്ദ ഖുവ വആസാറൻ ഫിൽ അർദി ഫമാ അഗ്നാ അൻകും മാ കാനു യക്സിബൂൻ. ഖുർആൻ പറയുകയാണ്, അവർ ഇവരെക്കാളൊക്കെ മക്കയിലെ മുശ്രിക്കുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇവരുടെ അഹന്തക്ക്, ഇവരുടെ അഹങ്കാരത്തിന്, ഇവരുടെ ദാർഢ്യത്തിന് അല്ലാഹു ചോദിക്കുകയാണ്, ഇവരെക്കാളൊക്കെ എത്രയോ ശക്തിയിൽ കഴിവിൽ പ്രബലരായിരുന്നു അവർ. കാനു അക്സറ മിൻകും അശദ്ദ ഖുവ. ഇവരെക്കാളൊക്കെ ഏറെ കരുത്തുള്ളവരായിരുന്നു അവർ, ശക്തിമാന്മാരായിരുന്നു. പക്ഷേ അവർക്ക് വലിയ മണിമാളികകൾ ഉണ്ടായിരുന്നു. ആസാറൻ ഫിൽ അർദി. ഭൂമിയിൽ വലിയ അടയാളങ്ങൾ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവർ സമ്പാദിച്ചതൊന്നും അവർക്കൊരു പ്രയോജനവും ചെയ്തില്ല എന്ന് ഇവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കേവലം ഒരു യാത്രാ രൂപത്തിലുള്ള, ഒരു ആസ്വാദന രൂപത്തിലുള്ള സഞ്ചാരത്തെ കുറിച്ച് മാത്രമല്ല ഖുർആൻ പറയുന്നത്, മറിച്ച് ചിന്ത കൊണ്ട് സഞ്ചരിക്കാൻ ഖുർആൻ സത്യവിശ്വാസികൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മനനം ചെയ്യുവാൻ ആകാശഭൂമികളെ കുറിച്ച്, പ്രപഞ്ചത്തെ കുറിച്ച്, ആ പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളെ സംബന്ധിച്ച്, മനുഷ്യനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മനന സഞ്ചാരം നടത്തുന്നവരാണ് വിശ്വാസികൾ. അസ്സായിഹൂൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. അങ്ങനെ ഈ ആകാശഭൂമികളെയും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലേക്ക് ഒരു അല്പനേരം എടുത്ത് ചിന്തിച്ചു ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന മനുഷ്യൻ എത്തിച്ചേരുന്ന ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു എത്തിച്ചേരുന്ന അവസാനത്തെ നിരീക്ഷണമുണ്ട്. അതെന്താ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. പടച്ചവനെ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ ഒരു കളിതമാശയ്ക്ക് വേണ്ടി പടച്ചുവിട്ടതല്ല ഇതൊന്നും എന്ന് നിരീക്ഷിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് നരകശിക്ഷയെ തൊട്ട് കാവൽ നേടുകയും ചെയ്യും യഥാർത്ഥ വിശ്വാസികളെന്ന്. പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ തലമുറകളുടെ ചരിത്രങ്ങളുടെ ഒരു പഠന സഞ്ചാരം നടത്തുമ്പോൾ ചരിത്രത്തിലുടനീളം നടന്നിട്ടുള്ള സത്യാസത്യ സംഘടനകൾ വിശ്വാസികളുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്ന് മാത്രമല്ല, ദൈവധികാരികളുടെ സിംഹാസനങ്ങൾ ഇസ്ലാമിന്റെ ശിലകളിൽ തട്ടി തകർന്ന് തരിപ്പണമായതും ജാഹിലിയത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് ഇസ്ലാമിന്റെ വെന്നിക്കൊടി ഭൂമിയിൽ പറത്തപ്പെട്ടതുമൊക്കെ സത്യവിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു നൽകും. അവരുടെ വിശ്വാസത്തെ ദൃഢീകരിക്കാൻ അത് കാരണമാകും. അതോടൊപ്പം വർദ്ധിതമായ അറിവിലൂടെ പടച്ചവന്റെ സൃഷ്ടിവൈഭവം, അതുപോലെ തന്നെ പടച്ചവന്റെ മാഹാത്മ്യം, അതൊക്കെ ബോധ്യപ്പെടുകയും അല്ലാഹുവുമായി കൂടുതൽ അടുക്കാൻ, പടച്ചവനുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാൻ അതൊക്കെ വിശ്വാസികൾക്ക് പ്രേരണയും സഹായകരമായി തീരുമെന്നാണ്. അങ്ങനെ അറിവിലൂടെ കൂടുതൽ അല്ലാഹുവിൽ അടുക്കാൻ കഴിയും ഈ യാത്രയിലൂടെ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ദൈവദാസന്മാരിൽ പടച്ചവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ മതപ്രബോധനത്തിനും ഉത്തമമായ വിജ്ഞാന സമ്പാദനത്തിനും ഹലാലായ ഉപജീവന മാർഗം അന്വേഷിച്ചുകൊണ്ടും ദൈവമാർഗത്തിലെ ഈ അന്വേഷിച്ചുകൊണ്ടുമൊക്കെയുള്ള യാത്രകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദൈവിക ദൃഷ്ടാന്തങ്ങൾ നിരീക്ഷിച്ചറിയാൻ അതിനൊക്കെ വേണ്ടിയുള്ള യാത്രകൾ ദൈവമാർഗത്തിലെ സഞ്ചാരം എന്ന ആ അസ്സായിഹൂൻ എന്ന ആ പ്രയോഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ അടയാളമായി കൊണ്ട് പറയുന്നത് അർറാക്കിഊന സാജിദൂൻ എന്നാണ്. അർറാക്കിഊന സാജിദൂൻ, അവർ റുകൂ ചെയ്യുന്നവരും സുജൂദ് ചെയ്യുന്നവരുമായിരിക്കും എന്ന് പറഞ്ഞാൽ പടച്ചവനുമായുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ, അത് നിരന്തരം മെച്ചപ്പെടുത്താൻ സദാ ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക, ഇത് വിശ്വാസികളുടെ ഒരു സ്വഭാവമായിരിക്കുമെന്നാണ്. അള്ളാഹുമായി കരാറിൽപ്പെട്ട വിശ്വാസികളുടെ അഞ്ചാമത്തെ സവിശേഷതയായി പഠിപ്പിക്കുന്നത് അർറാക്കിഊന സാജിദൂൻ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെയാണ്. സുജൂദും റുക്കൂഉം എന്ന് പറയുമ്പോൾ അത് നമസ്കാരത്തെ കുറിച്ചാണ് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പൊ മുഅ്മിനുകൾ എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ മാഹാത്മ്യവും അതുപോലെ തന്നെ സാഹചര്യത്തിന്റെ താല്പര്യവും മനസ്സിലാക്കി അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ ഒരു മുഅ്മിൻ നടത്തേണ്ടി വരും.
ആ തയ്യാറെടുപ്പ് നടത്തേണ്ടി വരുമ്പോ പടച്ചവന്റെ സഹായം അതിന് അനിവാര്യമാണ്. അള്ളാഹു എപ്പോഴാണ് മുഅ്മിനുകളെ സഹായിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായത്തിന് വിശ്വാസികൾ അർഹമാകുന്നത്, അല്ലെങ്കിൽ പടച്ചവനോട് നമ്മൾ സഹായത്തിന് അർത്ഥിക്കേണ്ടത് സ്വബറിലൂടെയും നമസ്കാരത്തിലൂടെയുമാണെന്ന് ഖുർആൻ. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കേണ്ടത് സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടുമാണ്. സ്വബറും സ്വലാത്തും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹത നേടുകയും സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, പടച്ചവന് നിങ്ങൾ കീഴ്പ്പെടുക, നന്മ നിരതമായ ജീവിതം നിങ്ങൾ നയിക്കുക, എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയികളാകാം. അഥവാ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ, നിർബന്ധമായ നമസ്കാരങ്ങൾ മാത്രമല്ല, ഐച്ഛികമായ ആരാധനകളിലൂടെ എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ എന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, മുൻഗാമികളായ സച്ചരിതരായ നമ്മുടെ പൂർവികരുടെ വിജയരഹസ്യം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുമായുള്ള അവരുടെ ദൃഢമായ ബന്ധമായിരുന്നു ആ വിജയത്തിന്റെ പിന്നിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പടച്ചവനുമായുള്ള ദൃഢബന്ധത്തിന് ഹാനികരമാകുന്ന, അല്ലെങ്കിൽ അതിന് തടസ്സമാകുന്ന സകല ഭൗതിക സൗകര്യങ്ങളെയും അവർ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിയിരുന്നു. ഭൗതികമായ സുഖമോഹങ്ങളെ, ഭൗതികമായ സൗകര്യ സങ്കല്പങ്ങളെ പരിമിതമായ വൃത്തത്തിൽ ഒതുക്കി നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളൊന്നും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ ഒട്ടും പിന്തിരിപ്പിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. രാത്രിയിൽ ഒരു വിരിപ്പ്, സഹാബി ഒരു വിരിപ്പ് റസൂലുള്ളാഹിക്ക് കൊണ്ടുകൊടുത്തപ്പോൾ റസൂൽ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വിരിച്ച് ആ സൗകര്യത്തിൽ ഞാൻ കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ രാത്രിയിൽ എഴുന്നേൽക്കാൻ എനിക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിരിപ്പ് നിരാകരിക്കുന്ന പ്രവാചകൻ. നമ്മൾ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുടെ ലോകത്താണ്. തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ നമുക്ക് വിരിപ്പുകളുണ്ട്. ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ നമുക്ക് ശീതീകരണ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലും നമ്മളെ തടയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമസ്കാരത്തിന്റെ ശരിയായ നിർവഹണത്തിന് ഭൗതികമായ ഒരു തടസ്സവും വരാതിരിക്കാൻ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണം. അവരുടെ വ്യവഹാരങ്ങൾ, കച്ചവടമാകട്ടെ മറ്റു ഇടപാടുകളാകട്ടെ, അതൊന്നും തന്നെ പടച്ച സത്യവിശ്വാസികളെ പള്ളിയിലേക്ക് വരുന്നതിൽ നിന്ന്, പടച്ചവനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന്, ഇഖാമത്തു സ്വലാത്തിൽ നിന്നും ഈതാഉ സക്കാത്തിൽ നിന്നും ഒരു കാരണവശാലും അവരെ തടയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ. കാരണം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഈ ക്ഷണികമായ ഐഹികമായ ഏത് നിമിഷവും അവസാനിക്കുമെന്ന് ഉറപ്പുള്ള ഈ ദുനിയാവിന്റെ താൽക്കാലികമായ വാസത്തിന് ശേഷം വരാനിരിക്കുന്ന പരലോകത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും അതുപോലെ തന്നെ നെഞ്ചകങ്ങളും, അതുപോലെ തന്നെ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും നെഞ്ചകങ്ങളും ഒക്കെ ഭയന്ന് വിറച്ച് പുറത്തേക്ക്, കണ്ണുകളുമൊക്കെ പുറത്തേക്ക് തുറച്ചു വരുന്ന ഒരു നാളിനെ കുറിച്ചുള്ള ചിന്ത അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ബാഹ്യമായ ചടങ്ങുകൾ എന്നതാകരുത് നമ്മുടെ ആരാധനകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ചില ചൊല്ലലുകളും ചെയ്യലുകളിലും മാത്രം പരിമിതപ്പെട്ടു പോകുന്ന നമ്മുടെ ഇബാദത്തുകൾ അതിനെ അള്ളാഹുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാനുള്ള ആത്മചൈതന്യം തുടിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്താനും വളർത്താനും അതിന്റെ ഖുശൂഉം ഖുദൂഉം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആറാമതായി, സത്യവിശ്വാസികൾ അല്ലാഹുവുമായി കരാറിലേർപ്പെട്ട വിശ്വാസികളുടെ അടയാളമായി കൊണ്ട് അല്ലാഹു പറയുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ സത്യവിശ്വാസികളുടെ മൗലികമായ ബാധ്യതകളിൽ ഒന്നായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇത് എണ്ണിയിരിക്കുന്നത്. പല ആയത്തുകളിലും, ഒരുപാട് ആയത്തുകളിൽ ഖുർആനിൽ നമ്മൾ ഉണർത്തുന്നുണ്ട്. മുസ്ലിം സമുദായത്തെ ഉത്തമ സമുദായമാക്കിയതിന്റെ അടിസ്ഥാനം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഖൈരിയത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ് എന്ന് ഖുർആൻ പറയുന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ലോകത്ത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒരു വിഭാഗം എന്നും ഉണ്ടായിരിക്കണം എന്നത് പടച്ചവന്റെ താല്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ ഉമ്മത്തിന് ഖൈർ ഉമ്മത്ത് എന്ന സവിശേഷത അല്ലാഹു നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ ഖൈരിയത്തിന്റെ അടിസ്ഥാനം തന്നെ അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ എന്നാണ്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഓരോ വ്യക്തിയും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മ പ്രബോധനം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ നന്മയെ പ്രോത്സാഹിപ്പിക്കട്ടെ, നന്മയെ പിന്തുണക്കട്ടെ. നല്ല ഖുർആന്റെ പ്രയോഗം നിങ്ങളൊരു സംഘമായി തീരണമെന്നാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു സംഘമായി തീരണം. കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എത്ര കഴിവുള്ളവരാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സംഘമായി തീരണം, ഒരു സമൂഹമായി നിങ്ങൾ ഉയരണം. എന്നിട്ട് നിങ്ങൾ നന്മ കൽപ്പിക്കണം, അള്ളാഹുവിലേക്ക് വിളിക്കണം, നന്മയിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണം. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന്, അവരാണ് വിജയികളാകുന്ന വിശ്വാസികളെന്ന്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളും വിശ്വാസികളും ഒക്കെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും കൊണ്ടിരിക്കേണ്ടവരാണ് നന്മയുടെ സംസ്ഥാപന മാർഗത്തിൽ, തിന്മയുടെ ഉന്മൂലന മാർഗത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, മുമ്പ് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായിരുന്ന ലോകത്ത് ബനൂ ഇസ്രായേൽ സമൂഹമായിരുന്നു അത്. ആ സമുദായത്തെ അള്ളാഹു ശപിച്ചതിന്, പടച്ചവൻ അവരെ നിന്ദ്യരാക്കിയതിന്, അവരുടെ അധപ്പതനത്തിനും നിന്ദ്യതക്കുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഖുർആൻ വിലയിരുത്തുന്നത്, ഖുർആൻ എണ്ണിപ്പറയുന്നത് ഈ ദൗത്യം അവർ വിസ്മരിച്ചു എന്നതാണ്. 2 പ്രവാചകന്മാരുടെ നാവിലൂടെയാണ് അള്ളാഹു ജനതയെ ശപിച്ചത് എന്ന് നമ്മൾ അറിയണം. ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه وبئس ما كانوا يفعلون. 2 ദാവൂദ് അലൈഹിസ്സലാമിന്റെയും ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിന്റെയും നാവിലൂടെ അല്ലാഹു ഒരു ജനതയെ ശപിക്കുകയാണ്. ഇമാമുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ ഒരു സമുദായത്തെ ഇത്രയും വഷളാക്കിയതിന് വേറെ ഉദാഹരണങ്ങളില്ല എന്നാണ്. 2 പ്രവാചകന്മാരുടെ നാവിലുള്ള ഒരു ജനസമൂഹത്തെ, ഒരു ജനവിഭാഗത്തെ അള്ളാഹു ശപിക്കുകയാണ്. വേറെ സമാനമായ ഒരു ഉദാഹരണം ചരിത്രത്തിൽ ഈ സമുദായത്തെ അള്ളാഹു ശപിച്ചതുപോലെ വേറെ ഉണ്ടാകില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്നു അബ്ബാസ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. കാരണം എന്താ? കാനൂ ലാ യതനാഹൗന മുൻകരി ഫഅലൂ, അവർക്കിടയിൽ നടമാടിയിരുന്ന തിന്മകളോട് നിസ്സംഗത പുലർത്തിയവർ, തിന്മ വിരോധിക്കാനുള്ള ഏർപ്പാടവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തിന്മക്കെതിരെ പ്രതികരിക്കാതെ അതിനോട് ഒരുതരം നിസ്സഹായതയും നിർവികാരതയും വർദ്ധിച്ച സമൂഹം പടച്ചവന്റെ ശിക്ഷയ്ക്ക് വിധേയമായ ചരിത്രം ഖുർആനിൽ വേറെ നമുക്ക് കാണാൻ സാധിക്കും. സാബത്ത് നാളിൽ മത്സ്യപിടുത്തവുമായി ബന്ധപ്പെട്ട ജനതയെ അള്ളാഹു നശിപ്പിച്ചതിനെ സംബന്ധിച്ച്, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അവരിൽ അള്ളാഹു തിന്മ വിരോധിച്ചവർ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ്. രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ചു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. 7ാമത്തെ അടയാളം അള്ളാഹുവിന്റെ നിയമപരിധികൾ സൂക്ഷിക്കുന്നവരാണവർ. പടച്ചവന് ശരീരവും സമ്പത്തും സ്വർഗത്തിന് പകരമായി സമർപ്പിച്ച സത്യവിശ്വാസികളുടെ 7ാമത്തെ സ്വഭാവമായി കൊണ്ട് ശ്രദ്ധാവ് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പരിധികൾ പാലിക്കുന്നവർ എന്നാണ്. സ്വന്തത്തിലും സമൂഹത്തിലും പടച്ചവന്റെ കൽപ്പനകളും വിധിവിലക്കുകളും നടപ്പാക്കുന്നവരാണ് നിയമപരിധികൾ സൂക്ഷിക്കുന്നവർ. അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കാൻ, പടച്ചവന്റെ കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കാൻ അധികാരം ആവശ്യമാകുന്ന പക്ഷം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ പരിശ്രമിക്കലും അനിവാര്യമാകുന്നു തിരിച്ചറിയണം. ഒന്നാമതായി, വ്യക്തി ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിലും പടച്ചവന്റെ പരിധികൾ സൂക്ഷിക്കുക. അത് വിശ്വാസികളുടെ സ്വഭാവമാണ്. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا أولئك هم المفلحون. സത്യവിശ്വാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പടച്ചവന്റെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അങ്ങനെ പടച്ചവനെയും അവനെ സത്യവിശ്വാസികളുടെ സ്വഭാവം, അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചാൽ അതിൽ പിന്നെ വേറെ വർത്തമാനമില്ല, അതിൽ പിന്നെ സ്വന്തമായ അഭിപ്രായം ഉണ്ടാവേണ്ടതില്ല. അതല്ലാതെ അള്ളാഹുവിനെയും പ്രവാചകനെയും ധിക്കരിക്കുന്നവരാണെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, വളരെ വ്യക്തമായ മാർഗഭ്രംശത്തിലാണ് അവരുള്ളത്. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. പ്രവാചകരെ, അവരിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. താങ്കളുടെ നാഥനെ തന്നെ തൻ സത്യം ഒരാൾ മുഅ്മിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുവോളം. അങ്ങനെ വിധികർത്താവായി സ്വീകരിച്ചാൽ പോരാ, ആ വിധിയിൽ തൃപ്തിപ്പെടണം. വയുസല്ലിമൂ തസ്ലീമ,
ഒരു ഹറജും ഉണ്ടാകാൻ പാടില്ല, മനസ്സിനൊരു വിമിഷ്ടം ഉണ്ടാകാൻ പാടില്ല, ഒരു മുറുമുറുപ്പ് ഉണ്ടാകാൻ പാടില്ല, ഒരു പിറുപിറുപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിനോട് മനസ്സ് പാകപ്പെട്ട് മനസ്സ് സന്തുഷ്ടമായി ആ വിധിയിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവണമെന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ അത്തായിബൂനൽ അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനൽ സായിഊനൽ റാക്കിഊനൽ സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിറൂന ലിഹുദൂദില്ലാഹ്. 7 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനുമായി കരാറിലേർപ്പെട്ട മുഅ്മിനുകളുടെ സ്വഭാവ സവിശേഷതകളായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് പരിശോധിച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു മേഖലയും പടച്ചവന്റെ വിധിവിലക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാമിന്റെ സമഗ്രത, ഇതാണ് ഇസ്ലാമിന്റെ സമ്പൂർണത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാതിരാവിന്റെ നിശബ്ദതയിൽ പരമരഹസ്യമായി പടച്ചവന് മുമ്പിൽ അനുഷ്ഠിക്കുന്ന തഹജ്ജുദ് നമസ്കാരം മുതൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ വരെ ഈ ദീനിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുക്കള മുതൽ അങ്ങാടി വരെയും അവിടെ നിന്ന് അങ്ങോട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെയും ദൈവിക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോഴാണ് ഈ ദീനിന്റെ പൂർണ്ണത ഒരു സമൂഹത്തിന് അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് അല്ലാഹുവുമായുള്ള കരാറിന്റെ പൂർത്തീകരണത്തിന് പടച്ചവന്റെ ദീനിന്റെ സമഗ്രവും സമ്പൂർണവുമായ സംസ്ഥാപനത്തിന്റെ കാര്യത്തിൽ ആവേശത്തോടും ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി പണിയെടുക്കാനും പ്രവർത്തിക്കാനും പരിശ്രമിക്കുവാനുമുള്ള ആഹ്വാനം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിന്റെ ആദ്യ തഫ്സീറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിത വ്യവസ്ഥയെ, ക്രമത്തെ, അതിന്റെ മനോഹാരിതയിൽ, അതിന്റെ പൂർണ്ണതയിൽ അറിയാനും അനുഭവിക്കാനും സമൂഹത്തിൽ അത് പ്രതികരിക്കാനുമുള്ള ശേഷി നൽകി, തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.